ADB നിർദ്ദേശിച്ചിരിക്കുന്നു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണം, വേറെ ചില ചാർജുകൾ വർദ്ധിപ്പിക്കണം. ഈ രണ്ട് സർക്കാരുകളായിട്ട് ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എത്ര തവണയാണ് ഈ കറണ്ട് ചാർജ് കൂട്ടിയതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം 3 തവണ ഇതിനു മുമ്പ് വൈദ്യുതി ചാർജ് കൂട്ടിയിട്ടുണ്ട്. മറ്റ് ചില ബാധ്യതകൾ നാട്ടുകാരുടെ പടലേക്ക് വെക്കണം. അത് മുഴുവൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. എത്ര രൂപ ഇതിനകം കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ 3 തവണ വൈദ്യുതി ചാർജ് നിരക്ക് വർധന ഉണ്ടായപ്പോഴും 2000 കോടി രൂപയിലേറെയാണ് ഖജനാവിലേക്ക് ഈ നിരക്ക് വർധന മൂലം വന്നിരിക്കുന്നത്. നമുക്ക് ആ കാര്യം അങ്ങ് നടപ്പിലാക്കുകയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല. 2017-18 സാമ്പത്തിക വർഷത്തിൽ അധികം കിട്ടിയത് 550 കോടി രൂപയാണ്. പിന്നീട് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് 2019-20 കാലഘട്ടത്തിലായിരുന്നു. ആ സാമ്പത്തിക വർഷം 902 കോടി രൂപ സർക്കാരിന് അധികം കിട്ടുന്നു. ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി സർക്കാർ 2022-2023 സാമ്പത്തിക വർഷത്തിൽ 760 കോടി രൂപയാണ് ഈ വൈദ്യുതി ചാർജ് വർധന മൂലം സർക്കാരിലേക്ക് വന്നത്. അങ്ങനെ ഇപ്പോ ഗവൺമെന്റ് നിശ്ചയിച്ചതുപോലുള്ള ഒരു ചാർജ് വർധനവ് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭണം അതിനെതിരെ ക്ഷണിച്ചു വരുത്തലായിരിക്കും. ഇത്രയും അധിക ബാധ്യത ജനങ്ങളുടെ മുകളിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാൻ സാധിക്കും. 2212 കോടി രൂപയാണ് ഈ 3 പ്രാവശ്യമായി സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്കതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. ഈ വൈദ്യുതി ചാർജ് വർധനയ്ക്ക് പുറമെയാണ് മാസം 10 പൈസ വെച്ച് വൈദ്യുതി സർചാർജായിട്ട്, ഇന്ധന സർചാർജായിട്ട് കൊടുക്കുന്നത്. മറ്റ് ചില ബാധ്യതകൾ നാട്ടുകാരുടെ പടലേക്ക് വെക്കണം. അത് മുഴുവൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്.